സമാധാനം ഇല്ലയോ? വീട്ടിൽ സമാധാനമാണ്. അല്ല, ഇത് കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് സമാധാനം പോകത്തില്ല. സമാധാനമാണ്. ഞാൻ വല്ലപ്പോഴും ശകലം അടിക്കും. കർത്താവ് ഇത് എന്നോട് കൂടെ ഉണ്ട്. എൻ്റെ കർത്താപ്പച്ചൻ എന്നോട് കൂടെ ഉണ്ട്. ഏത് സമയത്തും ഏത് കാലത്തും എന്നോട് കൂടെ ഉണ്ട്. ഞാനത് മാത്രമേ ഉദ്ദേശിച്ചു പോകുന്നു. എൻ്റെ പിതാക്കന്മാരെല്ലാം വൈദ്യന്മാരായിരുന്നു. എന്തൊരു വൈദ്യന്മാർ? കണ്ണു വൈദ്യന്മാരോ അതോ? അതെ, കണ്ണു വൈദ്യൻ. തരകന്മാരാണോ? അത് തന്നെ, ചേലക്കര. കറക്റ്റ്. എന്റെ കർത്താവ് ഇന്ന് വരെ കണ്ണു വൈദ്യത്തിന്റെ വല്ലതും കയ്യിലുണ്ടോ? വല്ലതും അറിയാമോ? അതെ, ചേട്ടന്റെ മോന്റെ മാത്രമേ എല്ലാം അവിടെ ഇരിക്കുക. ഉണ്ടോ? ഒന്ന് കാണിക്കാമോ? കാണിക്കാമെന്ന് ചോദിച്ചാൽ അവര് പോയി കാണിക്കാൻ മാത്രമുണ്ട്. എല്ലാം ഉണ്ട്. അടിച്ചു കൊടുത്ത ഒരു 2 വരെ അടിച്ചു കൊടുത്ത ജ്വരത്തിനെല്ലാം. അപ്പച്ചനെന്തുവായിരുന്നു ജോലി? എനിക്ക് റിയൽ എസ്റ്റേറ്റ്, കാനപ്പള്ളി എസ്റ്റേറ്റിലായിരുന്നു. ടാപ്പിംഗ് 6 മക്കളെ വളർത്തി എല്ലാം റെഡിയാക്കി. എൻ്റെ കർത്താവ് എനിക്കിതുവരെ യാതൊരു അസുഖവും ഇല്ല. പ്രഷറും ഷുഗറും? പ്രഷറില്ല, ഷുഗറില്ല, BP ഇല്ല, ഒരു കുഴപ്പമില്ല. ഇതുപോലെ മക്കളെ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഒരു വ്യക്തിക്കും ഒരു അസുഖമില്ലാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും. എൻ്റെ അച്ഛനോട് പറയുക, എൻ്റെ പൊന്നച്ഛനോട് പറയുക, എന്നെ അനുഗ്രഹിച്ചു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ 4 പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് അതേ പറയാനുള്ളൂ. അപ്പൊ ഞാൻ നോമ്പൊക്കെ നോക്കുവോ? നോമ്പൊക്കെ എടുക്കുവോ? എന്തോ നോമ്പ്? നോമ്പ് ഇപ്പൊ 25 കഴിയുമ്പോ ഞാൻ എടുക്കും. ഭാര്യക്ക് 53 വയസ്സാണ്. എളുപ്പം മക്കളല്ല. ഇതാണ് കണ്ടോ? ഞാന് മനസ്സിലെല്ലാം എൻ്റെ അച്ഛമ്മോൻ ഫോട്ടോയിൽ പിടിച്ചു. എൻ്റെ അച്ഛമ്മോൻ ഫോട്ടോയിൽ പിടിച്ചു. മനസ്സിലായോ? ഞാൻ പറഞ്ഞു കൊടുത്തു, എൻ്റെ മക്കളെ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഇതുവരെ യാതൊരു കുഴപ്പവും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ റിയൽ എസ്റ്റേറ്റായിരുന്നു. കാവലി വെച്ചിട്ട് ടാപ്പിംഗ് ആയിരുന്നു. അപ്പോൾ കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെ എല്ലാം വളർത്തി. എൻ്റെ ദൈവം തമ്പുരാൻ എനിക്ക് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇനി എനിക്കെന്താ കുഴപ്പം? കുഴപ്പം? എത്ര സ്ഥലം കച്ചവടം ചെയ്തിട്ടുണ്ട്? ഞാൻ ഒരുപാട് കച്ചവടം, ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രി ഇരിക്കുന്ന സ്ഥലം ഞാൻ മാറ്റി കൊടുക്കാം. അതോ? കല്യാണം വന്നായിരുന്നു? കല്യാണം അതിന് മുമ്പ് ഒന്നും നടത്തി, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ അപ്പച്ചൻ കെട്ടിയിട്ട് വല്ലതും കിട്ടിയായിരുന്നോ? കെട്ടിയതോ? കെട്ടിയിട്ട് പോകണമെന്ന് 1000 രൂപ കൊച്ചി സ്ഥലമുണ്ട്. എന്നെ ഫോട്ടോ പിടിക്കുക കേട്ടോ. എത്രാമത്തെ വയസ്സിലായിരുന്നു കല്യാണം? 25-ാം തീയതി. അമ്മച്ചിയുടെയോ? എത്രാമത്തെ വയസ്സായിരുന്നു? 23 അപ്പച്ച എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ അധ്യാത്മം വരെ. പ്ലാറ്റ്ഫോമില്. എന്താ പഠിത്തം നിർത്താൻ കാര്യം എന്താ? അന്ന് പട്ടാളത്തിൽ പോകണം. അമ്മ അമ്മ വിട്ടില്ല. അന്ന് ഇതൊന്നും അല്ല ശരീരം. നല്ല കൂട്ടം നല്ല മോന്റെ എന്റെ മാനസികമായിട്ട് ബാധിക്കുന്നു. അപ്പച്ചന് ഈ വെള്ളം ഈ അല്പം കഴിക്കുമെന്ന് പറഞ്ഞല്ലോ, അത് എവിടുന്ന് കിട്ടും? ഞാൻ ഇങ്ങനെ അങ്ങനൊന്നും കഴിക്കത്തില്ല. പിന്നെ ഞാനിവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ മാറ്റി ഇവിടെ കൊണ്ടുവെക്കും, സാധിച്ചു കഴിക്കും. ആണോ? അതൊരു ദുശ്ശീലമല്ലയോ? ദുശ്ശീലമാണ്. അത് പക്ഷേ ദുശ്ശീലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പറയാം, അച്ഛനോട് ഞാൻ തുറന്നു പറയാം. എനിക്ക് വല്ലപ്പോഴും ഒരു ശകലം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. അല്ല ഇങ്ങോട്ടൊക്കെ വെള്ളം അടിച്ചു കൂടിയും കുട്ടിയും പുറമോട്ട് കാണുന്ന അല്ലെ വല്ലനോടും ചീത്ത പറയാനോ
മഴക്കിന് ഒന്നും ഞാൻ പോയിട്ടില്ല. നമ്മുടെ വീട്ടിലൊരു സമാധാനം ഇല്ലയോ? വീട്ടിൽ സമാധാനമാണ്. അല്ല, ഇത് കഴിച്ചു കഴിയുമ്പോ അവർക്ക് സമാധാനം പോകത്തില്ല. സമാധാനമാണ്. അവർക്ക് സമാധാനമാണോ? സമാധാനം. അച്ഛോ, ഞാനിങ്ങനെ പറയുന്ന രീതിയിൽ കൂടെ വെള്ളം അടിക്കുന്നവരല്ല. ഞാനൊരു ശാലം വാങ്ങിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ വെച്ച് ശാലം കഴിച്ചു. അച്ഛൻ എന്തോ എന്നെ സംബന്ധിച്ച് ചിന്തിച്ചെന്തോന്ന് പറ. ഞാനിങ്ങനെ വെള്ളം അടിച്ച് ഇവിടുത്തെ പുറകെ നടക്കാനോ ഇവിടുത്തെ പുറകെ നോക്കി. അല്ല അപ്പച്ച, അപ്പച്ചൻ വെള്ളം അടിക്കുക, അപ്പച്ചൻ്റെ ഇച്ചിരി ബോധം നഷ്ടപ്പെട്ടു പോകും. ഓ, എനിക്കൊരു ബോധം ഇല്ലയോ? എനിക്കൊരു എൻ്റെ ചക്കര മോനെ, അച്ഛൻ മോനെ, കുഞ്ഞുമോനെ, എനിക്ക് ഞാൻ ബോധം നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോ വീട്ടുകാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടോ പരാതിയോ ഒക്കെ ഉണ്ടാകത്തില്ലേ? ഓ, ഒന്നില്ലല്ലോ. എൻ്റെ മക്കൾക്കൊന്ന് 3 പെണ്ണ 3 അല്ല, അവരെ അപ്പച്ചൻ കഴിക്കുന്നവരൊന്നും പറയത്തില്ലേ? ഓ, പറയുമല്ലോ, പറയും. എപ്പോഴും പറയും. മൂത്ത മോള് ഭർത്താക്കറിയോ പറഞ്ഞല്ല, അവളൊന്നും പറയും. അപ്പം നിർത്തണം. എൻ്റെ പൊന്നച്ഛനോട് ഞാൻ പറയും, ഞാനിത് കഴിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ശാലം കഴിക്കുന്നു. ഞാൻ ശാലം കഴിച്ചു. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ആരോടും വഴക്കുമില്ല, മറ്റുമില്ല, ഒന്നുമില്ല. ഞാൻ എന്നെ പരിചയം ഇപ്പം മനസ്സിലാക്കുക. എൻ്റെ ശരീരത്തിനൊരു ഇത് വേണ്ടിയിട്ട് ഞാൻ കഴിക്കും. അത് മരുന്ന് കഴിച്ചാൽ പോരെ? എന്താ മരുന്ന്? എനിക്ക് ചോറില്ല, പ്രഷറില്ല, ഇതൊന്നും അച്ഛനോട് ഞാൻ മോൻ കേട്ടോ. പിന്നെ ഞാൻ എന്താ മരുന്ന് കഴിക്കാനാ? ഇപ്പൊ ഞാൻ എൻ്റെ അച്ഛനോട് പറയാം, കള്ളം പറയത്തില്ല, എൻ്റെ ജീവിതത്തിൽ കള്ളം പറയത്തില്ല. ഇപ്പം ഞാൻ ശാലം കഴിച്ചോ? കഴിച്ചാൽ തിരിച്ചാച്ചു. കള്ളം പറയുന്നില്ല, അതെൻ്റെ അച്ഛനോട് പറയുന്നത്. മക്കളെ, മോനെ എടി മക്കളെ, രണ്ടുപേരോടും കേൾക്കുകയാണ് പറയുന്നത്. ഞാൻ ഇച്ചിരി കഴിച്ചിരിക്കാൻ പറയുന്നത്, ഞാൻ കഴിച്ചിരിക്കും. അതിനെന്തോ എൻ്റെ ദൈവം എനിക്ക് ഇതുവരെ ശരീരത്തിൽ ഇത് മദ്യപാനം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരമല്ലേ? അതാണെന്ന് എപ്പോഴും ഇതിനകത്ത് പറക്കും. അതാണെന്ന് എപ്പോഴും ഇതിനകത്ത് പറക്കും. എന്റെ കർത്താവേ, എൻ്റെ അച്ഛനെ ഞാൻ അല്ല, ഇത് കഴിക്കുമ്പം നമ്മുടെ കരള് എൻ്റെ കരള് കൊണ്ടും ഒരു കുഴപ്പമില്ല. 87 വയസ്സിനകത്ത് യാതൊരു കരളും കുഴപ്പമില്ല. ലിവർ അല്ല, അതിനൊക്കെ ലിവർ ഒന്നും ഒരു കുഴപ്പമില്ല. കിഡ്നി അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ മക്കളെ എൻ്റെ പേരെഴുതി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥനയെ കേൾക്കും, എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് സത്യം. എൻ്റെ പ്രാർത്ഥന കറക്റ്റായിട്ട് കേട്ടില്ലേ? അന്നെ എടുത്തിട്ട് യോനാച്ചൻ പോയിട്ടിൻ്റെ മോനല്ല ഞാൻ. ഈ അപ്പൻ്റെ പ്രാർത്ഥന എൻ്റെ അച്ഛന് വേണ്ടിയിട്ടും എൻ്റെ പേരെഴുതാൻ തീരും. ഞാനിപ്പം പേരെഴുതാൻ ഞാൻ പ്രാർത്ഥിച്ചത്. അല്ല അപ്പൊ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചത്, അതായത് അപ്പച്ചൻ കഴിക്കുമ്പോ വീട്ടുകാർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവത്തില്ലേ? അത് അമ്മയോട് അല്ല, അവർക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ വഴക്കോ ഒക്കെ ഉണ്ടാകത്തില്ലേ? അത് വഴക്കുണ്ടാക്കത്തില്ലേ? ഒരു വഴക്കുമില്ല. എടീ, എൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് വരും. എൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് വാ. എൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് വാ. അവിടെ ഇരുന്നോ അമ്മച്ചി? അവിടെ. ഈ അപ്പച്ചൻ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കുവോ ബഹളം ഉണ്ടാക്കുവോ? ഈ അപ്പച്ചന് മോശമൊന്നും അല്ലായിരുന്നു. എന്നെ അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ഇത്രത്തോളമായി. മദ്യപിച്ച് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമില്ലയോ? അതുകൊണ്ട് അല്ല, അതൊരു അതൊരു ബുദ്ധിമുട്ടില്ലേ പറയാ? അത് തന്നെ മോശമല്ല. അതെ അതെ അതെ, അത്രയും ഒരു വില്ലനാണ്, ഒരു വില്ലനാണ്. അല്ല, ഞാൻ അപ്പച്ചൻ പറയാതെ അപ്പച്ചൻ കഴിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലെന്നാണ്, അങ്ങനാന്നോ? അപ്പച്ചന്
കഴിക്കുക നമ്മള് പിന്നെ കുസ്തിക്കൊന്നും പോകത്തില്ല. എല്ലാം പ്രസവത്തിന് എന്നാ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും, തരികയും ചെയ്യും. ആണോ? പക്ഷെ കൈവച്ച് വല്ലപ്പോഴും എടുത്ത് കൊടുക്കുമെന്നാ പറയുന്നത്. എന്നിട്ടാ പറഞ്ഞേ ഇല്ലയോ മദ്യപിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന്. അത് ദോഷമില്ല. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ വേദനിപ്പിക്കാൻ പാടുണ്ടോ? ചെറുപ്പത്തില്ലയോ ഇപ്പോഴത്തെ കാര്യമല്ല, ഈ പിള്ളേരെ എല്ലാം കല്യാണം കഴിച്ചു കഴിയുമ്പോ ചെറുപ്പത്തിൽ പിള്ളേരൊക്കെ ഇങ്ങോട്ടൊക്കെ അത് നിങ്ങളെ സ്നേഹിക്കേണ്ട സമയമില്ല. സ്നേഹിക്കുന്ന സമയമായിരുന്നു. ആ സ്നേഹിക്കുന്ന സമയത്ത് എന്നെ കേറി സ്നേഹിക്കുന്ന സമയത്ത് എന്നെ കേറി അല്ല ഈ അപ്പ ഞാൻ ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് ചോദിച്ചു അവളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെന്ന് പറയാമോ? ആ ചെയ്യണ്ട. ഇപ്പോഴും എന്റെ കൈ എന്നെ വിളിച്ചങ്ങോട്ട് കൊണ്ടുപോയ അച്ഛൻ പോയി. അച്ഛോ ഇങ്ങോട്ട് അച്ഛനല്ല അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചു. ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് അച്ഛൻ ചോദിച്ചത്. ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിച്ചിട്ടല്ലേ ഇത്രയും ജീവിച്ചു പോയത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോട്ടോ എടുക്കുക. എന്നായിട്ട് അതുകൊണ്ട് ഉമ്മ കൊടുക്കാൻ പറ്റി ഫ്രീ ആയിട്ട്. ഇതിപ്പോ നമ്മുടെ അച്ഛനാ.